പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം ഈ പ്രഭാതത്തിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുക. നമ്മളിന്ന് പ്രത്യേകം ധ്യാനിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ്റെ ഇടപെടൽ എപ്പോഴും പ്രതീക്ഷിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല. അതുകൊണ്ടാണ് അച്ഛന് വചനം എടുത്തത്. സഭാപ്രസംഗൻ 3-ാം അധ്യായം 1 മുതൽ 4 വരെ. അവിടെ പറയുന്ന പ്രകാരമാണ്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം, തകർക്കാനൊരു കാലം, പണിതുയർത്താൻ ഒരു കാലം. പ്രിയമുള്ളവർ, അങ്ങനെ പോകുന്നു. അർത്ഥമാക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം ദൈവത്തിൻ്റെ സമയമാണ്. എനിക്കൊരിക്കലും എൻ്റെ കൊച്ചു ലോകത്തേക്ക്, ഞാൻ ആഗ്രഹിക്കുന്ന ലോകത്തേക്ക് ദൈവത്തിനെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ഒപ്പം തന്നെ ഓർക്കുക പ്രിയമുള്ളവരെ, ജീവിത സാഹചര്യങ്ങൾ മാറുന്നുവെന്നും അത് നമ്മുടെ വിശ്വാസത്തെ ആഴത്തിലാക്കുക. എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില സാഹചര്യങ്ങൾ, ചില അവസ്ഥയിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന പോലെ ആകരുത്. ഞാൻ കാത്തിരുന്നു, ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടിയില്ല. ജോലിയുടെ കേസ്, പ്രത്യേകിച്ച് ഈ സമയത്ത് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് ജോലിയാകാം, വിദേശത്ത് പോകാനുള്ളതാകാം, പലതരത്തിലും ഇങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ്. വിചാരിക്കുമ്പോഴൊന്നും നടക്കില്ല. പക്ഷെ ഒന്നുണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നിരാശപ്പെടേണ്ട. ദൈവത്തിന് ഒരു സമയമുണ്ട്. ഒപ്പം നമ്മെ വഴിത്തിരിവ് കൈവരിക്കുവാൻ നമ്മെ സഹായിക്കുകയായിരിക്കും ഈ കാത്തിരിപ്പ് അല്ലെങ്കിൽ സമയം. അതൊരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ലക്ഷ്യമുണ്ട്. ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓർക്കുക പ്രിയമുള്ളവരെ, എല്ലാ കാലങ്ങളുടെയും അതിനാഥനാണ് ദൈവം. നമ്മുടെ ജീവിതത്തിലെ എല്ലാറ്റിനും ദൈവത്തിന് ഉചിതമായ സമയമുണ്ടെന്ന് അത് നമുക്ക് മനസ്സിലാകണമെന്നില്ല. കൂടാതെ നല്ലൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇന്ന് രാവിലെ വന്നത്, ഈ ദൈവത്തെ ഭയന്നുള്ള ജീവിതം ആസ്വദിക്കുക എന്ന് പറയുന്നത്. ഭയന്നുള്ള ജീവിതം എന്ന് പറയുമ്പോൾ സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു ഭയമാണ്. ഒപ്പം മറക്കരുത്, ദൈവത്തിൻ്റെ വഴികളും പ്രവൃത്തികളും നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്ന ഒന്നതല്ല. യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലുമല്ല. ആ ചേട്ടൻ കർത്താവ് പറയുക. ഈ വചനം വായിക്കുമ്പോഴാണ് വലിയൊരു അർത്ഥം തരുന്ന. കർത്താവ് പച്ചയായിട്ട് പറയുക, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്, വ്യത്യസ്തമാണ്. അത് കർത്താവ് എന്താ പറയുന്നത്? 9-ാം വാക്യത്തിൽ, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മറക്കരുത്, ഒരു കാര്യം ആഴത്തിൽ നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് വ്യക്തമായ പദ്ധതിയുണ്ട്. നാം കാണുന്ന സമയമോ നാം കൂട്ടുന്ന സമയമല്ല. ആത്യന്തികമായി ദൈവത്തിൻ്റെ സമയം എനിക്കുവേണ്ടി മാറ്റിവെക്കപ്പെട്ട സമയമാണ്. അതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ അതല്ലേ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവർ സകല നന്മയ്ക്കായി പരിണമിക്കുന്നു. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാലത്തിനും സമയത്തിനും അതീതനായ കർത്താവെ, ഈ ജീവിതത്തിൽ എനിക്ക് അങ്ങ് അനുവദിച്ചിരിക്കുന്ന ഓരോ നിമിഷവും വിലമതിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈശ്വരാശ്വാസം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.